തൃശൂർ വാടാനപ്പള്ളിയിൽ ദമ്പതികളെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വാടാനപ്പള്ളി നടുവിൽക്കര സ്വദേശി പ്രഭാകരനെയും ഭാര്യ കുഞ്ഞിപ്പെണ്ണിനെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സൂരജ് സജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ആത്മഹത്യയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരൂഹത സംശയിക്കുന്നുണ്ടോ? പ്രജിൻ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ഈ വൃദ്ധ ദമ്പതികളെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ വാടാനപ്പള്ളി സ്വദേശികളായിട്ടുള്ള 85 വയസ്സുള്ള പ്രഭാകരനെയും ഭാര്യ കുഞ്ഞിപ്പെണ്ണിനെയുമാണ് മരിച്ച നിലയിൽ ഈ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നത്. ഇവരെ ഏറെക്കാലമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രവർത്തകരായിരുന്നു പരിചരിച്ചിരുന്നത്. അങ്ങനെ ഇന്ന് പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ ഈ പരിചരണത്തിന് വേണ്ടി വീട്ടിലെത്തുന്ന സമയത്താണ് ഈ പ്രഭാകരനെ വീടിനോട് ചേർന്ന് മുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അകത്ത് കയറി നോക്കുന്ന സമയത്ത് ഈ കിടപ്പുമുറിയിൽ കുഞ്ഞിപ്പെണ്ണിനെ മരിച്ച നിലയിലും കണ്ടെത്തുകയായിരുന്നു. പോലീസ് ഇതുവരെയും ഈ സംഭവത്തിൽ ഒരു ദുരൂഹത ആരോപിക്കുന്നില്ല. മറിച്ച് ഇവർ പറയുന്നത് ഈ കുഞ്ഞിപ്പെണ്ണ് പ്രായാധിക്യത്തെ തുടർന്ന് മരിക്കുകയും പിന്നീട് ആ മനോവിഷമത്തിൽ ഈ പ്രഭാകരന് മറ്റേതെങ്കിലും തരത്തിലുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെട്ട് മരണപ്പെട്ടതാകാം എന്നുള്ളതാണ് പോലീസ് നിലവിൽ കണക്ക് കൂട്ടുന്നത്. ഈ ക്രൈം സ്പോട്ടിൽ പരിശോധന നടത്തിയ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായ പശ്ചാത്തലത്തിൽ ഒരു ദുരൂഹ സാഹചര്യം ഇല്ല എന്നുള്ളതാണ് പോലീസ് വിശദീകരിക്കുന്നത്. അപ്പോഴും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായാൽ മാത്രമാണ് ഈ മരണകാരണം എന്ത് എന്ന് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. മൃതദേഹം നിലവിൽ ഈ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നാളെ ആയിരിക്കും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം നടക്കുക. അതിനുശേഷമായിരിക്കും മരണകാരണം വ്യക്തമാവുക. നിലവിൽ ദുരൂഹതയില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പ്രജിത്ത്, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും.